ചെറായി ബീച്ച്. മേഘ്നയും നവീനും ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇളം വെയിൽ അവരുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. നമ്മുടെ കാര്യം ഡാഡിയോട് സംസാരിക്കണ്ടേ? എൻ്റെ ഒരു ഇഷ്ടത്തിനും ഡാഡി എതിരെ നിൽക്കില്ല, മേഘ്ന പറഞ്ഞു. ഞാനെന്ത് പറയാനാ? നിനക്ക് എൻ്റെ അവസ്ഥ അറിയാലോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതിനപ്പുറം ഒന്നും നോക്കാനില്ല. എങ്കിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ ഭാര്യ മരിച്ചത്. ആക്സിഡൻ്റ് അല്ലായിരുന്നു. ഇന്ന് നീ അവരെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നു. അവർ മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. നിനക്ക് വിധിച്ചത് ഈ മേഘ്നയായിരുന്നിരിക്കാം. അച്ഛൻ്റെ സമ്മതം ഞാൻ വാങ്ങിക്കോളാം. നീ ഒരു ദിവസം വീട്ടിൽ വരണം. ബീച്ചിൽ അവിടെയും ഇവിടെയുമായി കുറേ പേരുണ്ട്. കടലയും വിറ്റ് ഒരാൾ അവരുടെ ഇടയിലൂടെ നടക്കുന്നു. 15 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി കുറേ ബലൂണുമായി അവരുടെ അടുത്തെത്തി. ഒരെണ്ണം വാങ്ങാമോ സാർ? നവീൻ പോക്കറ്റിൽ നിന്നും 10 രൂപ അവന് നേരെ നീട്ടി. ഇത് വെച്ചോളൂ, ബലൂൺ വേണ്ട. സർ, പറ്റുമെങ്കിൽ ഒരു ബലൂൺ വാങ്ങൂ. 20 രൂപയാണ്. സാറിൻ്റെ ഔദാര്യം എനിക്ക് വേണ്ട. നവീന് നാണക്കേട് തോന്നി. ചില്ലറയില്ല. മേഘ്ന പേഴ്സെടുത്ത് 2 തന്നോളൂ. അവൻ സന്തോഷത്തോടെ 2 ബലൂൺ എടുത്തു കൊടുത്തു. തനിക്ക് കടല വേണോ? ചമ്മൽ മറക്കാനായി നവീൻ ചോദിച്ചു. വേണ്ട, ഇപ്പോൾ ഐസ്ക്രീം കഴിച്ചതല്ലേ ഉള്ളൂ, നാളെയാവാം. നവീൻ ഇതുവരെ എത്തിയില്ലേ? ലക്ഷ്മി തങ്കത്തിനോട് ചോദിച്ചു. രാവിലെ പോയതാണല്ലോ. അമ്പലത്തിൽ പോയി ഒരു കൂട്ടുകാരനെയും കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അവന് കറക്കം കുറിച്ച് കൂടുന്നുണ്ടേ, ലക്ഷ്മി അനന്തുവിനോട് പറഞ്ഞു. നവീൻ്റെ അച്ഛനും അമ്മയുമാണ് ആനന്ദും ലക്ഷ്മിയും. ലക്ഷ്മി സ്നേഹപൂർവ്വം അനന്തു എന്നാണ് ഭർത്താവിനെ വിളിക്കാറ്. അനന്തു BSNL ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനാണ്. ലക്ഷ്മി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥയും. അവരുടെ ഒരേ ഒരു പുത്രനാണ് നവീൻ. ബിസിനസ്സുകാരനാണ്. ഒരു സൂപ്പർ മാർക്കറ്റും തുണിക്കടയും നവീനുണ്ട്. സൂപ്പർ മാർക്കറ്റ് നവീന് സ്ത്രീധനമായി ലഭിച്ചതാണ്. ചന്ദ്രൻ്റെയും ഹേമയുടെയും പുത്രിയായ പാർവതിയായിരുന്നു നവീൻ്റെ വധു. അവരുടെ 2 മക്കളിൽ മൂത്തവളാണ് പാർവതി. ഇളയവൾ പൗർണമി, മെൻ്റർ റിട്ടയർഡാണ്. നവീനായിരുന്നു അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിരുന്നത്. പാർവതിക്ക് വേണ്ടി അച്ഛൻ നൽകിയതാണ് സൂപ്പർ മാർക്കറ്റ്. എറണാകുളം ടൗണിലാണത്. അത്യാവശ്യം നല്ല കച്ചവടവും ഉണ്ട്. പാർവതി മരിച്ചെങ്കിലും നവീൻ അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഒരു മുടക്കം വരുത്താതെ നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹേമചന്ദ്രനും ഹേമയ്ക്കും നവീൻ സ്വന്തം മകനെ പോലെയാണ്. അടുത്ത തങ്കം. അവരുടെ ഒരു അകന്ന ബന്ധുവാണ് തങ്കം. ഒരു സഹായിയായി ഇപ്പോൾ ആ വീട്ടിലുണ്ട്. തങ്കത്തിൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. തങ്കത്തിനന്ന് 20 വയസ്സായിരുന്നു. ഒരു പെൺകുട്ടി ആയതുകൊണ്ടും മറ്റാരും ആശ്രയിക്കാനില്ലാത്തതുകൊണ്ടും ആനന്ദ് അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. ലക്ഷ്മി അവളെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. പഠിക്കാൻ മിടുക്കിയായിരുന്നു അവൾ. അതുകൊണ്ട് അവളെ പഠിപ്പിച്ചു. അവൾ ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ലക്ഷ്മി അവളെ മോളെപ്പോലെയാണ് നോക്കുന്നത്. അവൾക്ക് വേണ്ടി ആലോചനകൾ വരുന്നുണ്ട്. പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. നല്ല അടക്കോ ഒതുക്കോ ഉള്ള കുട്ടിയാ നമ്മുടെ മോളല്ലേ? ലക്ഷ്മി അനന്തുവിനോട് എപ്പോഴും പറയും. അത് നല്ലതല്ലേ? മേഘ്നയുടെ പപ്പ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. പപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ 2ാം കെട്ടുകാരനെ കുറിച്ചാണോ? പപ്പ, അല്പം മര്യാദയായി സംസാരിക്കണം. എനിക്കാണോ മര്യാദക്കേട്? നവീൻ, അവനെക്കുറിച്ച് എന്തറിയാം പപ്പയ്ക്ക്? ശരി, പപ്പയ്ക്ക് ഒന്നും അറിയില്ല. നിനക്കെന്തറിയാം അവനെക്കുറിച്ച്? അവൻ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തു കാര്യം? ഒരു കല്യാണം കഴിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? പപ്പ ചോദിച്ചു. ആക്സിഡൻ്റ് ആയിരുന്നു. അതവൻ പറയുന്നതല്ലേ. നവീൻ പാവമാണ്. പപ്പേ, ഒന്ന് സംസാരിച്ചു നോക്ക്. തീർച്ചയായും ഇഷ്ടമാകും. ശരി, നീ അവനോടൊരു ദിവസം വരാൻ പറയൂ. അവൾ സന്തോഷം കൊണ്ട് പപ്പയെ കെട്ടിപ്പിടിച്ചു. പ്രേമേട്ടാ, ഇന്ന് കടയിൽ പോകണ്ടേ? എന്തൊരു ഉറക്കമായത്. നല്ല ക്ഷീണം പെണ്ണെ, കുറച്ച് കിടക്കട്ടെ. ഓഹോ, താങ്കൾക്ക് മാത്രമേ ക്ഷീണമുള്ളൂ. എനിക്കുണ്ട്. എങ്കിൽ നീയും കിടന്നോ. അപ്പോൾ കടയിൽ ആര് പോകും? ഒരു ദിവസം പോയില്ലെങ്കിൽ കുഴപ്പമില്ല. പോയിട്ട് തന്നെ നേരാവണ്ണമൊന്നും നടക്കുന്നില്ല. എനിക്ക് വയ്യ എല്ലായിടത്തും ഓടാൻ. നമുക്ക് എല്ലായിടത്തും നോക്കാൻ ഒരു മാനേജറെ വെച്ചാലോ? നമ്മൾ 2 പേരും പോരെ? ഇനി ഒരു മാനേജറെ കൂടി വേണോ? നവീനും നോക്കുന്നുണ്ട്. പൗർണമി എന്ത് ചെയ്യുന്നു? അവൾ എന്തോ വരയ്ക്കുകയാണ്. നന്നായി പടം വരയ്ക്കും. കല്യാണിയാണ് അവളെ നോക്കുന്നത്. 2 മക്കളെയും നോക്കിയത് കല്യാണിയായിരുന്നു. അടുത്താണ് അവരുടെ വീട്. രാവിലെ വരും, വൈകുന്നേരം പോകും. ചില സമയങ്ങളിൽ രാത്രിയിൽ തങ്ങും. പൗർണമിക്ക് നവീന് ഒരുപാട് ഇഷ്ടമാണ്. അവൻ അവളെയും കൊണ്ട് കറങ്ങാൻ പോകാറുണ്ട്. 18 വയസ്സായി. ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ. മനസ്സിപ്പോഴും 10 വയസ്സിലാണ്. നവീൻ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും. ഹേമചന്ദ്രന് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. 2 സിനിമാ തിയേറ്ററുകൾ, ഒരു ഓഡിറ്റോറിയം. എല്ലാറ്റിനും അവകാശിയായിരുന്നു പാർവതിയും പൗർണമിയും.
പൗർണമിയുടെ അവസ്ഥ എങ്ങനെയാണ്? അതിൻ്റെ ഒരു വിഷമത്തിലാണ് പ്രേമചന്ദ്രനും ഹേമയും. ഒടുവിലെല്ലാം നവീനു തന്നെ വന്നു ചേരും. നവീനും കൂട്ടുകാരും ഒരു ബാറിലിരിക്കുന്നു. സ്ഥിരം വരാറുള്ളത് കൊണ്ട് ആ മുറി തന്നെ എന്നും അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കും. ഇന്ന് ജോണി വാക്കർ ആയാലോ? അല്ലെങ്കിലും എന്നും വെറൈറ്റി ആണല്ലോ നിനക്കിഷ്ടം, സന്തോഷ് നവീനോട് പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. ഏതാടാ പുതിയ കക്ഷി? ബാലു ചോദിച്ചു. മേഘ്ന. അതും പുളിങ്കൊമ്പാണോ? പിന്നല്ലാതെ, നമ്മുടെ രാഘവൻ മുതലാളിയുടെ മോളല്ലേ, മുരളി പറഞ്ഞു. സന്തോഷ്, ബാലു, മുരളി ഇവർ 3 പേരാണ് നവീൻ്റെ കൂട്ടുകാർ. എന്ത് കാര്യത്തിനും ഒറ്റക്കെട്ടാണ്. എടാ, ആ പൗർണമി അവളെ ഒന്നുകൂടി കൊണ്ടുവരണം. മന്ദബുദ്ധിയാണെങ്കിലും നല്ല സാധനമാ, ബാലു പറഞ്ഞു. എനിക്കും അവളെ അങ്ങ് പിടിച്ചു, മുരളിയും പറഞ്ഞു. അടുത്ത തവണ മയക്കുമരുന്ന് ഒന്നുമില്ലാതെ നമുക്കൊന്ന് നോക്കിയാലോ? അത് വേണ്ടടാ, ശരിയാകില്ല, നവീൻ പറഞ്ഞു. അതെന്താടാ, അവളൊന്ന് ആസ്വദിക്കട്ടെ, സന്തോഷ് പറഞ്ഞു. എന്നെ കുഴിയിൽ ചാടിക്കണം എന്നുണ്ടോ? എല്ലാവരും ഒന്ന് ചിരിച്ചു. നവീൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നുണ്ട്. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. സമയം രാവിലെ 7 മണി. നവീൻ തിരിഞ്ഞു കിടന്നു. ഒരു കൈ കൊണ്ട് കണ്ണു തുറക്കാതെ തന്നെ ഫോൺ തപ്പിയെടുത്തു. അവൻ ആൻസർ ബട്ടൺ ഞെക്കി സ്പീക്കർ ഓൺ ചെയ്തു. ഡാ നവീൻ, മുരളിയുടെ ശബ്ദം. എന്താടാ, രാവിലെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? നവീൻ, അവൻ ഒന്നുകൂടെ വിളിച്ചു. അവൻ കരയുകയായിരുന്നു. നവീൻ കണ്ണു തുറന്ന് ഫോണിലേക്ക് നോക്കി. നമ്മുടെ ബാലു പോയി. അവൻ ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവൻ മരിച്ചു. ആത്മഹത്യയായിരുന്നു. നീ വേഗം വാ. AC ഓണായിരുന്നുവെങ്കിലും നവീൻ വിയർത്തു. നവീൻ ചെന്നപ്പോൾ മുരളിയും സന്തോഷും അവിടെ ഉണ്ടായിരുന്നു. എന്താടാ പറ്റിയത്? അറിയില്ലടാ, രാവിലെ നടക്കാൻ പോയവരാ കണ്ടത്. അവർ പോലീസിനെ വിളിക്കുകയായിരുന്നു. റോഡരികിൽ ദേഹം മുഴുവൻ പട്ടി കടിച്ചു പറിച്ചിരിക്കുന്നു. പോക്കറ്റിൽ ഒരു കത്തുണ്ടായിരുന്നു. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, ഒരപരാധി പോലും ശിക്ഷിക്കപ്പെടാതെ പോകരുത്. ഈ ഞാനും. എൻ്റെ മരണത്തിൽ ആർക്കും പങ്കില്ല, ഞാൻ പാപിയാണ്. അതായിരുന്നു കത്തിൽ എഴുതിയിരുന്നത്. ഇവൻ എന്താ പറ്റിയത്? പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. സിയോന IPS-നായിരുന്നു അന്വേഷണ ചുമതല. മുരളിയെയും സന്തോഷിനെയും നവീനെയും ചോദ്യം ചെയ്തിരുന്നു. അവർ ഒരുമിച്ച് ബാറിൽ കുടിക്കുന്നത് കണ്ടവർ ഉണ്ടായിരുന്നു. നമ്മൾ അറിയാത്ത എന്തെങ്കിലും കുരുക്ക് അവനുണ്ടായിരുന്നോ? ആകെ കുഴപ്പമായല്ലോ. മൂടൊന്ന് ശരിയാക്കണ്ടേ, നമുക്കൊന്ന് കൂടിയാലോ, നവീൻ പറഞ്ഞു. നീ അവളെ വിളി മേഘ്നയെ. എൻ്റെ വീട്ടിൽ ആരുമില്ല, സന്തോഷ് പറഞ്ഞു. അങ്ങോട്ടേക്ക് വിളിച്ചാൽ മതി. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ നവീൻ പോയി വാതിൽ തുറന്നു. എന്താടാ, എന്തു പറ്റി? മേഘ്ന ചോദിച്ചു. നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു, നീ വാ. എൻ്റെ പാറുവിൻ്റെ ഓർമ്മ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതിൽ നിന്നും ഒരു മോചനം കിട്ടാനാ നിന്നെ വിളിച്ചത്. മേഘ്നയുടെ മുഖഭാവം മാറി സങ്കടമായി. നിന്നെ കിട്ടുന്ന ഞാൻ ഭാഗ്യവതിയാണ്. മേഘ്ന അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു നിന്നു. എന്താ ഇത്? എൻ്റെ വിഷമം തീർക്കാൻ നിന്നെ വിളിച്ചിട്ട് നിന്റെ വിഷമം ഞാൻ തീർക്കേണ്ട അവസ്ഥയോ? നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചാ നിന്നെ വിളിച്ചത്. ഇതാരുടെ വീടാണ്? എൻ്റെ സുഹൃത്തിൻ്റെ വീടാ. അവർ വെളിയിലാണ്. എവിടെയാ? അമേരിക്കയിൽ. വല്ലപ്പോഴും ഞാൻ വന്ന് ഒരു ദിവസം നിൽക്കും. എൻ്റെ 2-3 സുഹൃത്തുക്കളും ഉണ്ടാവും. ചെറുതായി ഒന്ന് കഴിക്കും. നീ കുടിക്കുമോ? സങ്കടം ഒരുപാടാകുമ്പോൾ അവരുടെ കൂടെ കൂടി ഓരോ ബിയറും കഴിക്കും. നിനക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വിഷമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നീ പപ്പയോട് സംസാരിച്ചോ? സംസാരിച്ചു. നിന്നോടൊരു ദിവസം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഒറ്റ മോളല്ലേ, അവർക്കും അവരുടേതായ സ്വപ്നങ്ങൾ ഉണ്ടാകും, നവീൻ പറഞ്ഞു. എനിക്ക് നിന്റെ പപ്പയുടെ 5 പൈസ പോലും വേണ്ട. നിന്നെ മാത്രം മതി. നിന്നെ പോലെ ഒരാളെ പപ്പയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? അവൾ അവൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു. വേണ്ട, ഇങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞു മതി. നമ്മൾ ഇവിടെ തനിച്ചാണ്. കുറച്ചകലം പാലിച്ചു നിന്നാ നീ എൻ്റെ ഭാര്യയായിട്ട് വരുമ്പോൾ സകല പരിശുദ്ധിയോടുകൂടി വരണം. നിന്നെ പോലെ ഒരാളെ കിട്ടാൻ ഞാൻ തപസ്സിരിക്കണം. നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല, അത് ആർക്കു വേണ്ടിയായാലും. നീ ആദ്യമായി വരുന്നതല്ലേ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. നീ വീടൊക്കെ കാണ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ TV വെച്ചു തരാം. നീ അത് കണ്ടോ, ഞാനും വരാം അടുക്കളയിലേക്ക്. വേണ്ട, ഇപ്പോൾ മാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ സുന്ദരികുട്ടി ഇവിടെ ഇരുന്നു, നമുക്ക് ഒരുമിച്ച് വീട് കാണാം. സന്തോഷ് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചായയിൽ അവൻ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. അത് ഉള്ളിൽ ചെന്ന് ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല. അവൻ 2 ഗ്ലാസ്സിൽ ചായയുമായി വന്നു. ഡാ, കുടിക്ക്. അവൾ ഒരു ഗ്ലാസ് എടുത്ത് അവനും. വാ, നമുക്ക് വീടൊക്കെ കാണാം. എടാ, എന്താ, എൻ്റെ കയ്യിൽ പിടിക്കാമോ? അവൻ ചിരിച്ചു. അത് വേണോ? വേണം.
ഞാൻ നിന്നെ വല്ലതും ചെയ്താൽ കൂടി നീ എന്നെ ഒന്നും ചെയ്യില്ല, എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എന്തൊക്കെയാണ് നിന്റെ ഇഷ്ടങ്ങൾ, പറയൂ. നീ പപ്പയോട് എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്? ഷോപ്പിങ്ങിന് പോകുന്നു എന്നാ പറഞ്ഞത്. ഈ വീട് ഇഷ്ടമായോ? നല്ല വീടാ. എന്താ, വാങ്ങാൻ താല്പര്യമുണ്ടോ? നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ വാങ്ങാം. എന്തോ ഒരു ക്ഷീണം പോലെ. എന്തു പറ്റിയടാ? ഡോക്ടറെ കാണണോ? ഏയ്, അതൊന്നും വേണ്ട. ഒന്ന് കിടക്കാൻ തോന്നുന്നു. നീ വാ, ഞാൻ ഡോക്ടറെ വിളിക്കാം. എൻ്റെ ഫ്രണ്ട് ഡോക്ടറാണ്. അവൻ ഫോണെടുത്ത് മുരളിയെ വിളിച്ചു. മയക്കുമരുന്ന് പണി തുടങ്ങി, അവൻ മനസ്സിൽ പറഞ്ഞു. അവളെ ബെഡിൽ കിടത്തി വസ്ത്രങ്ങൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. മുരളിയും സന്തോഷും അങ്ങോട്ടേക്ക് വന്നു. ഡോക്ടർമാർ വന്നല്ലോ, അവരും കൂടി മോളെ പരിശോധിക്കും. അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ മാറി മാറി അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു വാടിയ തണ്ടുപോലെ ചുരുണ്ട് കിടക്കുമ്പോഴും പാവം ചിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാമകേളികൾ അരങ്ങേറിക്കൊണ്ടിരുന്നു. എത്ര മണിക്കൂർ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും? സന്തോഷ് ചോദിച്ചു. 5 മണിക്കൂർ വരെ ഉണ്ടാകും. എങ്കിൽ എനിക്ക് ഒന്നുകൂടെ വേണം, മുരളി പറഞ്ഞു. ശരി, പോയിട്ട് വാ. നവീനും സന്തോഷും സിഗരറ്റ് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. മുരളി പുറത്തേക്ക് വന്നപ്പോൾ, ആഹാ, കഴിഞ്ഞോ? നവീൻ ചോദിച്ചു. എടാ, അവളെ തുണി ഉടുപ്പിക്കണ്ടേ? വേണം. നവീൻ പോയി അവളുടെ വസ്ത്രം ധരിപ്പിച്ചു. ക്ഷീണം മാറിയോ? നവീൻ ചോദിച്ചു. അപ്പോഴും അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അവന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. എന്തൊരവസ്ഥ! നല്ല അടിപൊളി സാധനം തന്നെ. പുതിയ സാധനമാണെന്നാ പറഞ്ഞത്. മുരളിയാണ് കൊണ്ടുവന്നത്. ഓരോ തരം മയക്കുമരുന്നിനെ പറ്റിയും അവന് നന്നായി അറിയാം. ഇത് ഉള്ളിൽ ചെന്നാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവർ ചിരിച്ചുകൊണ്ടിരിക്കും, പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യും. പാർവതിക്കും ഇതുപോലെ ഒരെണ്ണമാണ് കൊടുത്തത്. അത് ഇഞ്ചക്ഷൻ ആയിരുന്നു. 2 ദിവസമായി അവൾക്ക് തലവേദനയായിരുന്നു. അങ്ങനെയാണ് താൻ മുരളി ഡോക്ടറെ വിളിച്ചത്. അവൻ സ്നേഹപൂർവ്വം അവൾക്ക് ഇഞ്ചക്ഷൻ നൽകി. സന്തോഷായിരുന്നു അവളുടെ അച്ഛൻ്റെ ശബ്ദത്തിൽ അവളെ ഫോൺ ചെയ്തത്. പെട്ടെന്ന് വരണമെന്നാണ് പറഞ്ഞത്. ഒരു പ്രശ്നമുണ്ട്, തനിച്ചു വരണമെന്നും പറഞ്ഞു. പുതിയ സിമ്മിൽ നിന്നാണ് വിളിക്കുന്നതെന്നും പറഞ്ഞു. വീട്ടിലേക്ക് വിളിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. താനാണ് കാറിൽ കയറ്റി വിട്ടത്. ഡ്രൈവിംഗ് അവൾക്ക് അത്ര വശമില്ലായിരുന്നു. ലൈസൻസ് ഉണ്ടായിട്ടും ഓടിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. കാർ ഒരു വലിയ മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആർക്കും ഒരു സംശയമില്ലായിരുന്നു. താനും പരമാവധി അരങ്ങു തകർത്തു. എന്താടാ ഇത്ര ആലോചന? ഏയ്, ഒന്നുമില്ലടാ. പാർവതിയുടെ കാര്യം ആലോചിച്ചതാ. എടാ, ഇവൾ ഷോപ്പിംഗ് എന്നും പറഞ്ഞിറങ്ങിയതാ. നമുക്ക് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വിടാം. എന്തെങ്കിലും വാങ്ങി ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടാം. ശരി അളിയ, ഞങ്ങൾ വരണോ? വേണ്ട, ഞാൻ തനിയെ പൊക്കോളാം. നമുക്ക് പോകാം മേഘ്ന. അവൾ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. നവീൻ അവൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങി. അവൾക്ക് തലവേദനിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് തലയിൽ തിരുമുന്നുണ്ടായിരുന്നു. എന്താടോ, എന്തു പറ്റി? ഒരു തലവേദന. നവീൻ, നമ്മൾ എപ്പോഴാ ഇവിടെ വന്നത്? നമ്മൾ ചായ കുടിച്ച് അപ്പോഴേ ഇറങ്ങിയില്ലേ? തനിക്ക് ഷോപ്പിംഗ് നടത്തണമെന്ന് പറഞ്ഞിരുന്നല്ലോ. നവീൻ, ഞാൻ അതൊന്നും ഓർക്കുന്നില്ല. ഈ മറവിയുടെ അസുഖം പണ്ടേ ഉള്ളതാണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ കൂടെ ഇരുന്നാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. നമ്മൾ കാറിൽ വന്നത് നീ ഓർക്കുന്നില്ലേ? നമ്മൾ സംസാരിച്ചതെല്ലാം നീ മറന്നുപോയോ? എന്തോ ഓർക്കുന്നുണ്ട്. എന്താണെന്ന് വ്യക്തമായി എനിക്ക് ഓർമ്മയില്ല. ഓഹോ, അപ്പം ഇത്രയേ ഉള്ളൂ നിനക്ക് സ്നേഹം? അവൻ പരിഭവിച്ചു. ശരി, നിന്നെ ഞാനൊരു ഓട്ടോയിൽ കയറ്റിവിടാം. പപ്പയെ വന്ന് കാണണം. ഓ, വരാം.